നീറ്റ് ഫിസിക്സ് എക്സാമിൽ കുട്ടികളുടെ പേടി സ്വപ്നമാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. വളരെ കുറഞ്ഞ എഫേർട്ടിൽ എങ്ങനെ സ്മാർട്ടായി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എങ്ങനെ ഉത്തരം കണ്ടെത്താമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2 റീജിയൻസ് ഉണ്ട്. 2 സെയിം റീജിയനിൽ 600 നാനോമീറ്ററും 400 നാനോമീറ്ററും വെച്ച് ലൈറ്റ് വെച്ച് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോഴെങ്കിൽ ഫസ്റ്റ് കേസിൽ ഒരു 8 ഫ്രിഞ്ചസ് നമുക്ക് കിട്ടി. രണ്ടാമത്തെ കേസിൽ എത്ര നമ്പേഴ്സ് ഫ്രിഞ്ച് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മാത്രം മതി ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്പർ ഓഫ് സ്ട്രിപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് ദി സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ഏത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഫോർമുല നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് n നമ്പർ ഓഫ് സ്ട്രിപ്സ് ഈസ് ഈക്വൽ ടു L ബൈ ബീറ്റ എന്നിടാം. ബീറ്റ എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ലെങ്ത് രണ്ടുപേർക്ക് സെയിം ആയതുകൊണ്ട് നമ്പർ ഓഫ് സ്ട്രിപ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബീറ്റ അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഒരു ഫോർമുലയാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഹാർട്ട്. അപ്പോൾ എന്താ, അത് ഒരിക്കലും മറക്കാൻ പാടില്ല. കമ്പൽസറി ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് d ലാംഡ ബൈ t. സെയിം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ ഡിയും സെയിം ആണ്. അപ്പോൾ ലാംഡ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഉത്തരമായി. ഇനി ഈ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നമ്മൾ n1 ബൈ n2 റേഷ്യോ എടുക്കുമ്പോഴേക്കും നമുക്ക് β2 ഡിവൈഡഡ് ബൈ β1 എന്ന് കിട്ടും. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമുക്ക് ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. അപ്പോൾ β2 ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ2 ആൻഡ് β1 ലാംഡ1. ഇനി നമുക്ക് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 400ഉം 600 ലാംഡ2നും ലാംഡ1നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് വാല്യൂസ് മാത്രം ഇട്ട് കൊടുക്കാം. 8 ആണ് n1, n2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 400 ബൈ 600 ചെയ്യുമ്പോഴേക്കും നമുക്ക് n2 ഈക്വൽസ് 12 എന്ന് കിട്ടും.